ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി ആനിമയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടാവുക, നമ്മുടെ റിൻഡാരോയ്ക്ക് വഗുരിനെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവും. അവള് റിൻഡാരോന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിയില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ അവന് വളരെ ഇഷ്ടമായിട്ടുണ്ടാവും. പക്ഷെ അവള് അവന്റെ അമ്മയുടെ കേക്ക് ബേക്കറിയിൽ റെഗുലർ കസ്റ്റമർ മാത്രമല്ല, അവളെ അപ്പുറത്തെ കിക്യു സ്കൂളിൽ കാണുമ്പോ റിൻഡാരോയ്ക്ക് എല്ലാ ഫ്യൂസും പോയിട്ട് റിൻഡാരോ പെട്ടെന്ന് ആ കർട്ടൻ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവൻ അതൊക്കെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പത്തേനും ഉസാമി വന്ന് അവന്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് എന്നെ കൊണ്ട് മടുത്തു. അപ്പൊ റിൻഡാരോ എന്തിന്? അപ്പൊ ഉസാമി അവിടെ കിടന്ന് കാറുകയാണ്. ഈ കിക്കിയോ സ്കൂളിൽ പഠിക്കുന്ന പെമ്പിള്ളേര് എന്നെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ഒരുമാതിരി സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന പോലെ തുറിച്ചാണ് എന്നെ നോക്കുന്നത്. ആ നോക്കുന്ന കാണുമ്പത്തേനും എനിക്കങ്ങ് കലിച്ചു വരുവാണ്. ഞാൻ ഈ ചിഡോരി സ്കൂളിൽ പഠിക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പൊ പെട്ടെന്ന് പിന്നെ നിനക്ക് ഈ സ്കൂളിൽ സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് സാക്കു വയ്യോട്ടോ അവിടെ വരുവാണ്. അപ്പൊ ഉസാമി നിങ്ങളായിരുന്നോ? എന്നിട്ട് അവര് പിന്നെ ആ കിക്കിയോ സ്കൂളിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവര് റിൻഡാരോന്റെ അടുത്ത് നീ എന്തിനാ ഈ സ്ക്രീൻ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത്, നിന്റെ തലയിലത് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. റിൻഡാരോ അതൊന്നും കേൾക്കാണ്ട് വഗുരിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവിടെ ഇരുന്നിട്ട് നോക്ക്, നമ്മൾ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് റിൻഡാരോ സമനിലേക്ക് വരികയാണ്. എന്നിട്ട് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അവൻ ആ സ്ക്രീൻ ശ്രദ്ധിക്കുന്നത്. അവൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഉസാമി അവിടെ ഇരുന്നിട്ട് എനിക്കറിയാം നിനക്ക് കിക്കിയോല് പഠിക്കുന്ന പെമ്പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരുന്നില്ലേ, അതുമല്ലാണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും എന്നിങ്ങനെ പറയുമ്പത്തേനും റിൻഡാരോ ഉസാമിന്റെ നേരെ എഴുന്നേറ്റ് ദേഷ്യപ്പെടുവാണ്. അങ്ങനെയൊന്നും ഇല്ല. പെട്ടെന്നാണ് അവന് അയ്യോ ഞാൻ അറിയാണ്ട് കാറിപ്പോയല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അപ്പൊ റിൻഡാരോ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആ കർട്ടൻ അങ്ങനെ അവിടെ തുറന്നു വെക്കുവാണ്. എന്നിട്ട് റിൻഡാരോ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, ഞാൻ ചെയ്തത് മോശമായി പോയി. ഞാൻ അവളെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് സ്ക്രീനിങ് ഞാൻ ക്ലോസ് ചെയ്തു. അവൾ എന്താണെങ്കിലും എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഞാൻ ചിഡോരിയും അവള് കിക്കിയോയും ഇനി എന്തായാലും അവൾ എന്റെ ബേക്കറിയിൽ വരില്ല, ഉറപ്പ് തന്നെയാണ്. നടന്നതൊക്കെ നല്ലതിന് എന്ന് വിചാരിച്ചിട്ട് അവൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഉസാമി വന്നിട്ട് നമുക്കിന്ന് വെളിയിൽ പോയാലോ? എന്നിട്ട് റിൻഡാരോ ശരി വാ പോവാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വെളിയിൽ ഇറങ്ങുവാണ്. അപ്പൊ അവര് നോക്കുമ്പോ ചിഡോരിയിൽ പഠിക്കുന്ന എല്ലാ ബോയ്സും അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിപ്പുണ്ടായിരിക്കും എന്തോ കണ്ടിട്ട്. അപ്പൊ അവര് എന്താ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇവരും പോയി നോക്കുവാണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കുമ്പോ നമ്മുടെ വഗൂരി ചിഡോരി സ്കൂളിന്റെ മുമ്പിൽ വന്നിട്ട് ആരെയോ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പൊ റിൻഡാരോ അതുകൊണ്ട് ഷോക്കാവും. എന്റെ ദൈവമേ, ഇതെന്താ ഇവള് ആരെ കാണാനാ ഇവിടെ വന്നത്? ഇനിയെങ്ങാനും എന്നെ കാണാനാണോ വന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ വിചാരിക്കുമ്പത്തേനും ഉസാമി വഗൂരിന്റെ അടുത്ത് പോയിട്ട് നീ കിക്കിയോല് പഠിക്കുന്ന കുട്ടിയല്ലേ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അപ്പൊ റിൻഡോരോയ്ക്ക് ദേഷ്യം വരികയാണ്. ഈ പ്രാന്തനെ കൊണ്ട് ഞാൻ മടുത്തു. എന്നിട്ട് വഗൂരി ഇങ്ങനെ പേടിച്ചിട്ട് ഞാനൊരാളെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ഉസാമി കിടന്ന് കാറുവാണ്. നീ ആരെ ശരിക്കും വെയിറ്റ് ചെയ്യുന്നേ? അപ്പൊ റിൻഡാരോ വന്നിട്ട് ഉസാമിനെ പൂച്ചക്കുട്ടീനെ പിടിച്ച് തൂക്കുന്ന പോലെ പിടിച്ച് തൂക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് റിൻഡാരോ അവളെ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ നീയ്? എന്നിട്ട് ഉസാമി നീ കേട്ടോ, അവള് ചിഡോരിയിൽ പഠിക്കുന്ന ഏതോ ഒരു ചെറുക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുവാണ്. എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് ഉസാമി കരയുവാണ്. എനിക്ക് കൊതിയാവുന്നു, എനിക്കും വേണം ഗേൾ ഫ്രണ്ട്, എനിക്കിത് കേട്ടിട്ട് സഹിക്കുന്നില്ല. എന്നിട്ട് റിൻഡാരോ ഇവന് മുഴുവട്ടായി എന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞ് അവിടെ എങ്ങനെ നിൽക്കുമ്പത്തേനും കിക്കിയോല് പഠിക്കുന്ന വേറെ രണ്ട് പെമ്പിള്ളേർ അവിടെ ഓടി വരുവാണ് വഗുരിന്റെ അടുത്തേക്ക്. വഗുരി നീ എന്താ അവിടെ ചെയ്യുന്നത്? നീ ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, വേഗം വാ. എന്നിട്ട് അവൾ അങ്ങനെ കൂട്ടിയിട്ട് പോകുമ്പത്തേനും ഉസാമി വന്നിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന കേട്ടില്ലേ, നീ ഒരു സോറി പോലും ചോദിക്കാണ്ട് ഇവിടുന്ന് പോവുകയാണോ? അവൻ കൈ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ വരുന്നുണ്ടാവുക. അവന്റെ കൈ തട്ടി വിട്ടിട്ട് ഓടുകയാണ് അവര്. അപ്പൊ അവിടെ ഉസാമി നിന്ന് കാറുവാണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാനാ പറയുന്നത്, ഞാനിത് ഒരിക്കലും മറക്കില്ല. അതേസമയം വഗൂരി റിൻഡാരോനെയും റിൻഡാരോ വഗൂരിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ ആ സംഭവം അവിടെ തീർന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് കരോക്കേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിൻഡാരോ ഇങ്ങനെ ഒറ്റയ്ക്ക് വഗൂരിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ട് വരുമായിരിക്കും. ബാക്കിയുള്ള അവന്റെ ഫ്രണ്ട്സ് ഒക്കെ കിക്കിയോലെ ഗേൾസിനെ പറ്റിയിട്ടും പിന്നെ കരോക്കേക്ക് പോയിട്ട് എന്താണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുമായിരിക്കും. എന്നിട്ട് റിൻഡാരോ ഇങ്ങനെ വഗൂരിനെ പറ്റി ആലോചിക്കുന്നത്, അവളിപ്പോ വന്നിട്ടുണ്ടാവുക എന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കോ, അത് വേറെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടായിരിക്കോ? പക്ഷെ ഞാൻ അവളെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായിട്ടാ തോന്നിയത്. എന്തിനായിരിക്കും എന്റെ മനസ്സിൽ അങ്ങനെ സന്തോഷം തോന്നിയിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചോണ്ട് വരുമായിരിക്കും അവൻ. എന്നിട്ട് ഉസാമി തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും റിൻഡാരോന്റെ
ഫേസ് കണ്ടിട്ട് ഉസാമി, ഡാ നീ എന്ത് ഫേസ് ആടാ ഈ വെച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ കൂടെയുള്ള രണ്ടുപേര്, ഞാൻ ഈ എക്സ്പ്രഷൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനത്തെ ഫേസ് എവിടെയും കണ്ടിട്ടില്ല, എന്റെ ദൈവം ഇത് കണ്ടിട്ട് പേടിയാവുന്നുണ്ടല്ലോ. എന്നിട്ട് ഉസാമി, ഡാ ഈ ഫേസ് റിയാക്ഷൻ ഒന്നും മാറ്റടാ, എന്നെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിൻഡാരോ, എനിക്ക് എന്താ പറ്റിയത്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവര് കരോക്കയ്ക്ക് വന്നിട്ട് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഉസാമി ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് അയോട്ട ഇരുന്നിട്ട് വേറെ പാട്ട് വെക്കി എന്ന് പറയുമ്പോഴത്തേനും റിൻഡാരോ അവിടെ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ അത് കാണുമ്പോ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പിന്നെയും വന്നിട്ട് ചോദിക്കാണ്, നിനക്ക് എന്താ പറ്റിയത്, എന്താണെന്നുണ്ടെങ്കിൽ പറ, കുഴപ്പമില്ല എന്ന് പറയാണ്. പക്ഷെ റിൻഡാരോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇവർക്കൊന്നും കിക്കിയോല് പഠിക്കുന്ന പെൺപിള്ളേരെ ഇഷ്ടമല്ല. അഥവാ ഞാന് വഗുരിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇന്നും അത് തെറ്റിദ്ധരിക്കാനോ ഇല്ലെങ്കിൽ അവളെ പറ്റി കുറ്റം പറയാനോ തുടങ്ങും. അത് ഇന്നും പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കുന്നു പറഞ്ഞിട്ട് അവനൊന്നുമില്ല, ഞാൻ നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും, ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയാണ് റിൻഡാരോ. എന്നിട്ട് പിന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സോറി ചോദിക്കാണ്, ഇങ്ങനെയൊക്കെ നടന്നതിനും നിങ്ങൾ ആവശ്യമില്ലാണ്ട് എന്റെ കാര്യത്തിൽ വറി ചെയ്യാനാക്കിയതിനും എന്ന് പറഞ്ഞിട്ട് റിൻഡാരോ ഇനി ഞാൻ പാടാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് റിൻഡാരോ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നിട്ട് റിൻഡാരോ, അയ്യോ പാടി പാടി എന്റെ തൊണ്ടയൊക്കെ പൊട്ടി. അവൻ കടയിലേക്ക് നോക്കുമ്പോ കടയിലുള്ള ലൈറ്റുകളൊക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് റിൻഡാരോ, അമ്മ ഞാൻ വീട്ടിലോട്ട് വന്നു, എന്താ ലൈറ്റ് ഒന്നും ഓഫ് ആക്കാത്തേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേനും അവിടെ വഗൂരി ഉണ്ടാവും. വഗൂരി എന്നിട്ട്, നീ വന്നോ? അത് കണ്ട് ഷോക്ക് ആവുകയാണ് റിൻഡാരോ. എന്നിട്ട് റിൻഡാരോ, വഗൂരി നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്നിട്ട് വഗൂരി, എന്നോട് ക്ഷമിക്കൂ, ഇന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിന്. എനിക്ക് ഇപ്പോഴാണ് ചിഡോരിക്കും കിക്കിയോയ്ക്കും ഇടയിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള കാര്യം മനസ്സിലാകുന്നത്. എന്നിട്ട് റിൻഡാരോ, അതൊന്നും കുഴപ്പമില്ല, നീ ആദ്യം ഒന്ന് എഴുന്നേക്ക്. അപ്പൊ അവിടെ റിൻഡാരോന്റെ അമ്മ പറയാണ്, നീ വന്നോ? നിനക്ക് വൈകി വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് മെസ്സേജ് എങ്കിലും ചെയ്തൂടെ, ഞാൻ ഇന്ന് ലേറ്റ് ആയേ വരുള്ളൂന്ന്. വഗൂരി എത്ര നേരമായെന്നറിയോ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. മോളെ വഗൂരി, നിനക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കേക്ക് എടുത്ത് തരട്ടെ, നീ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് റിൻഡോരോന്റെ അമ്മ. അപ്പൊ വഗൂരി, നന്ദിയുണ്ട്, പക്ഷെ എനിക്കിപ്പോ പോണം എന്ന് പറയുമ്പോഴത്തേനും അവളുടെ വയറ് കടന്ന് പാട്ട് പാടുവാണ് വിശന്നിട്ട്. അത് കാണുമ്പോ റിൻഡാരോയ്ക്കും റിൻഡാരോന്റെ അമ്മയ്ക്കും ചിരി സഹിക്കാൻ പറ്റാണ്ട് ചിരിച്ചോണ്ടിരിക്കുവാണ്. എന്നിട്ട് വഗൂരി റിൻഡാരോനെ നോക്കിയിട്ട്, നീയും ചിരിക്കുകയാണോ എന്ന് പറയാണ്. എന്നിട്ട് റിൻഡാരോ, വഗൂരി നമുക്ക് ഒരുമിച്ച് കേക്ക് കഴിച്ചാലോ? അത് കേൾക്കുമ്പോ വഗൂരിക്ക് സന്തോഷാവും. എന്നിട്ട് അവര് അങ്ങനെ ഒരുമിച്ചിരുന്ന് കേക്ക് കഴിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അവിടെ ഇരുന്ന് ആ കേക്ക് കഴിക്കുന്ന കാണുമ്പോ റിൻഡാരോ അത് കണ്ടിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അവള് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോ ഹാപ്പി ആയിട്ടാണ് അവൾ ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വഗൂരി അവിടെ ഇരുന്നിട്ട്, നിന്റെ ഫ്രണ്ടിന് ഓക്കെ അല്ലേ? അവന്റെ കഴുത്ത് വേദനിച്ചു കാണോ അവന്? അപ്പൊ റിൻഡാരോ, അത് ഉസാമിയാണ്, അവന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വഗൂരി സമാധാനം എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ റിൻഡാരോ ചോദിക്കുവാണ്, നീ എന്തിനാ ഞങ്ങളുടെ സ്കൂളിന്റെ ഗേറ്റിൽ വന്ന് നിന്നിരുന്നേ? അത് ഞാൻ നിന്നെ കാണാൻ വന്നതാണ് റിൻഡാരോ. അപ്പൊ റിൻഡാരോയ്ക്ക് ഹാപ്പി ആവാണ്, എന്നെ കാണാനാണ് അവള് വന്നിട്ടുള്ളത്. എന്നിട്ട് വഗൂരി, പക്ഷെ ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നോട് ക്ഷമിക്കൂന്ന് പറയാണ്. അപ്പൊ റിൻഡാരോ അവിടെ ഇരുന്നിട്ട്, അതൊന്നും കുഴപ്പമില്ല, അത് അവന്മാരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, എനിക്ക് ശരിക്കും നിന്നെ അവിടെ കണ്ടപ്പോ എനിക്ക് സന്തോഷായി എന്നിങ്ങനെ അവനെ അറിയാണ്ട് പറഞ്ഞു പോവുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവൻ പറഞ്ഞത് തെറ്റായി പോയി എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട്, സോറി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുകയാണെന്ന് പറയാണ്. പെട്ടെന്ന് വഗൂരി, വേണ്ട അത് തിരിച്ചെടുക്കല്ലേന്ന് അവളും പറയാണ്. അങ്ങനെ രണ്ടുപേർക്കും അവരുടെ മനസ്സിൽ ആ ഫീലിങ്സ് പൂട്ടി വെക്കാണ്ട് അവര് അറിയാണ്ട് തന്നെ അത് വെളിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ അടുത്ത അവർക്ക് എന്ത് സംസാരിക്കണം എന്ന് അറിയുന്നില്ല. റിൻഡാരോ ഇരുന്നിട്ട്, നീ കേക്ക് കഴിക്ക്. വഗൂരി, ഞാൻ കഴിക്കാം. എന്നിട്ട് റിൻഡാരോ ഫേസിൽ ബ്ലഷ് വെച്ചോണ്ട് തന്നെ, ഞാൻ കരുതിയത് നീ ഇനി ഒരിക്കലും ഈ കടയിലേക്ക് വരില്ല എന്നാണ്. അപ്പൊ വഗൂരി പെട്ടെന്ന് ഒരു മാതിരിയായിട്ട്, അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ, ഞാൻ പറയാൻ കാരണം ഞാൻ ചിഡോരിയിൽ പഠിക്കുന്ന കുട്ടിയാണ്, നീ ആണെങ്കിലോ കിക്കിയോയിലും. കാരണം ഞാൻ ചിഡോരിയിലല്ലേ പഠിക്കുന്നത്, ചിഡോരിയിൽ പഠിക്കുന്ന ആമ്പിള്ളേരെ പറ്റി അത്ര നല്ലതായിട്ടല്ല എല്ലാവരും കരുതുന്നത്. അപ്പൊ വഗൂരി അവിടെ ഇരുന്നിട്ട്, ഇല്ല എനിക്ക് സന്തോഷാണ് ഞാൻ നിന്നെ ചിഡോരി സ്കൂളിൽ വെച്ച് കണ്ടതില്. പെട്ടെന്ന് റിൻഡാരോയ്ക്ക് ഇത് കേൾക്കുമ്പോഴത്തേനും ഷോക്ക് ആവുകയാണ്. എന്നിട്ട് വഗൂരി എണീറ്റിട്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ സാഡായ ഫേസ് വെച്ചിട്ടായിരിക്കും അവള് പോവുണ്ടാവുക. അപ്പൊ അത് കണ്ടിട്ട് റിൻഡാരോ വഗൂരി എന്ന് വിളിക്കുമ്പോഴത്തേനും വഗൂരി ഇങ്ങനെ തിരിഞ്ഞിട്ട്, ശരിയാണ്, നിന്നെ കുറിച്ച് ഇന്നും അറിയാൻ ഒരുപാടുണ്ട്, കേക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടെ അവൾ ആ കേക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പൊ റിൻഡാരോയ്ക്ക് എന്ത് ചെയ്യണമെന്നോ എന്തോ പറയണമെന്നോ അവന് അറിയുന്നില്ല. അവൻ അവിടെ നിന്നിട്ട്, എന്തിനാ അവളിങ്ങനെ വിഷമിച്ച് പോകുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു അവളുടെ അടുത്ത്, പക്ഷെ ഞാൻ എന്തായാലും അവളെ വിഷമിപ്പിച്ചു. അപ്പൊ അവിടെ റിൻഡാരോന്റെ അമ്മ വരുവാണ്. എന്നിട്ട് വഗൂരി പോയോ റിൻഡാരോ എന്ന് ചോദിക്കുമ്പോഴത്തേനും റിൻഡാരോ അനങ്ങാണ്ട് അവിടെ നിൽക്കുവാണ്. എന്നിട്ട് അമ്മ വന്നിട്ട്, റിൻഡാരോ ഇങ്ങോട്ട് നോക്കുന്ന് പറയുമ്പോ അവൻ അസ്ഥികൂടം പോലെ നിൽക്കുവാണ്. അത് കണ്ടിട്ട് അവന്റെ അമ്മ ഓടി വന്നിട്ട്, ഞാൻ പ്രസവിച്ച എന്റെ മകൻ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ, എന്താ പറ്റിയത് പറയുന്നു പറഞ്ഞിട്ട് അവനെ പിടിച്ച് കുലുക്കുകയാണ്. എന്നിട്ട് അവന്റെ അമ്മ അവനെ വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോയിട്ട് അവനെ അവിടെ ഇരുത്തിയിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചോണ്ടിരിക്കും.
ചിരിച്ചോണ്ടിരിക്കുവാണ്. എന്നിട്ട് റിൻഡാരോനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് നെറ്റിയിലിട്ട് ഒരു കൊട്ട് കൊടുക്കുവാണ് റിൻഡാരോന്റെ അമ്മ. ആദ്യം നീ ഇത് കേക്ക്, ഒരു പെങ്കൊച്ചിനെ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലോട്ട് വിടാൻ പാടില്ല, നീ അതൊക്കെ വേഗം പഠിക്ക് എന്ന് പറയുവാണ്. എന്നിട്ട് റിൻഡാരോ ഇരുന്നിട്ട് പറയാണ്, വഗൂരി എന്നെ കുറിച്ച് അറിയുന്നതില് അവള് വളരെ ഹാപ്പി ആണെന്നാണ് അവള് പറയുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ എന്ന് പറയാണ്. അപ്പൊ അവന്റെ അമ്മ, ശരിക്കും എനിക്ക് ഉണ്ടായ മോൻ തന്നെയാണോ? ഇത്രയും പൊട്ടനായി പോയല്ലോ എന്റെ മകൻ. അപ്പൊ റിൻഡാരോ അവിടെ ഇരുന്നിട്ട്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മ, അവളാണെങ്കിൽ കിക്യൂല് പഠിക്കുന്ന കൊച്ചാണ്. അവന്റെ അമ്മ അവിടെ ഇരുന്നിട്ട്, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഇല്ല. നിനക്ക് നിന്റെ ലൈഫിൽ നടന്നത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് നിന്നെ എല്ലാവരും വെറുത്തോണ്ടാണ് ഇരുന്നത്, എന്താ ശരിയല്ലേ? പക്ഷെ വഗൂരി നിന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവള് നിന്നെ ചിഡോരിയിൽ വെച്ച് കണ്ടിട്ടും നിന്നോട് നന്നായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പെട്ടെന്ന് അവൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, അവന് ചെറുപ്പത്തിൽ കളിയാക്കിയതും ബാക്കിയുള്ളവരൊക്കെ അവനെ കുറിച്ച് പറയുന്നതൊക്കെ. അപ്പൊ അവന് കാര്യം മനസ്സിലാവുകയാണ്, അവള് കിക്യോയില് പഠിക്കുന്നതുകൊണ്ടോ ഇവൻ ചിഡോരിയിൽ പഠിക്കുന്നതോ ഒരു കുറ്റമല്ല, അതും ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയാണ്. എന്നിട്ട് അവൻ ഓങ്ങി അവന്റെ മുഖത്തോട്ട് തന്നെ ഒരു കുത്തുകുത്തുവാണ്. അപ്പൊ അവന്റെ അമ്മ, നീ എന്ത് പ്രാന്ത് ഈ കാണിക്കുന്നേ? റിൻഡാരോ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, ഞാൻ പിന്നെയും വഗുരിനോട് കാണിച്ചത് മോശമായിപ്പോയി. എന്നോട് മോശമായി പെരുമാറിയവരും ഞാനും തമ്മില് ഒരു വ്യത്യാസം ഇല്ലാണ്ടായി പോയല്ലോ. എന്നിട്ട് റിൻഡാരോ, അമ്മ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീന് അടുത്ത ദിവസം ആവുകയാണ്. അങ്ങനെ വഗൂരി സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് വരുമായിരിക്കും. എന്നിട്ട് വഗൂരി നോക്കുമ്പോ റിൻഡാരോ നേരത്തെ വന്നിട്ട് കിക്യു സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിപ്പണ്ടായിരിക്കും. വഗൂരി റിൻഡാരോനെ കണ്ടിട്ട്, റിൻഡാരോ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പൊ റിൻഡാരോ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇവിടെ വന്ന് നിന്നതാണ്. വഗൂരി എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഇന്നലെ വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കൂ. അപ്പൊ വഗൂരി, എന്ത് എന്നെ വിഷമിപ്പിച്ചെന്നോ? അതെ, ഇന്നലെ രാത്രി നീ വിഷമിച്ചാണ് കടയിൽ നിന്ന് ഇറങ്ങി പോയത്. അത് കേൾക്കുമ്പോഴത്തേനും വഗൂരി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് റിൻഡാരോ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, വഗൂരി എന്താ പറ്റിയത്, എന്തിനാ കരയുന്നേ? ശരിയാണ് നീ പറഞ്ഞത്, ഞാൻ വിഷമിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അത് ഞാൻ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചത് കൊണ്ടാണ്. അതുമല്ലാണ്ട് ഞാൻ ഒരു വാക്ക് പോലും നിന്റെ അടുത്ത് പറയാണ്ട് ഇറങ്ങിപ്പോയതാണ് നിന്നെ ഒരുപാട് വിഷമിപ്പിക്കാൻ കാരണം. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കരയുവാണ് വഗൂരി അവിടെ ഇരുന്നിട്ട്. അപ്പൊ റിൻഡാരോ അവിടെ ഇരുന്നിട്ട്, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുവാണ്. അപ്പൊ വഗൂരി, നീ വളരെ കൈൻഡ് ആണ് റിൻഡാരോ. അപ്പൊ റിൻഡാരോ അവിടെ ഇരുന്നിട്ട്, വഗൂരി എന്നെ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഞാനും അവളോട് അങ്ങനെ വേണം ചെയ്യാൻ. എന്നിട്ട് റിൻഡാരോ വഗൂരിന്റെ അടുത്ത് പറയാണ്, എന്റെ ഫ്രണ്ട്സ് എപ്പോഴും കിക്കിയോ ഗേൾസിനെ പറ്റിയിട്ട് നല്ലതായിട്ടല്ല എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അതുമല്ലാണ്ട് കിക്കിയോയ്ക്കും ചിഡോരിക്കും എപ്പോഴും പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുകയാണ്, ദയവായി അതൊന്നും മനസ്സിൽ വെക്കരുത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ കഴിഞ്ഞും നിന്റെ സ്കൂളിനെയാണ് ഫോക്കസ് ചെയ്തത്. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ വഗൂരിക്കും വളരെ ഹാപ്പി ആവാണ്. എന്നിട്ട് വഗൂരി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, ശരി, നിന്നെ വിഷമിപ്പിച്ചതിന് സോറി റിൻഡാരോ, ഞാൻ കറൂക്കോ വഗൂരി. അപ്പൊ റിൻഡാരോ, എനിക്കത് അറിയാം. എന്നിട്ട് നടന്നുകൊണ്ട് വഗൂരി പറയാണ്, നീ റിൻഡാരോ തുസ്മുഗി, ചിഡോരിയോ കിക്കിയോയോ ഒരു പ്രശ്നമല്ല, കാരണം ഇത് നീയാണ് റിൻഡാരോ തുസ്മുഗി. എനിക്ക് നിന്നെ അറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ റിൻഡാരോ ക്ലാസ് മുറിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് വരുമായിരിക്കും. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ റിൻഡാരോ വഗൂരിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്, ഇന്നലെ പെട്ടെന്ന് കർട്ടൻ ഞാൻ ക്ലോസ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. അപ്പൊ വഗൂരി, അതൊന്നും ഒരു കുഴപ്പമല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ നിന്റെ ക്ലാസ് മുറിയിൽ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ, ഇല്ല. അപ്പൊ ഇങ്ങ് നോക്ക് പറഞ്ഞിട്ട് വഗൂരി പതുക്കെ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് റിൻഡാരോനെ കണ്ടിട്ട് സന്തോഷത്തില് തുള്ളി ചാടിക്കൊണ്ട് നിൽക്കുവാണ്. റിൻഡാരോ അവളെ നോക്കി ഹായ് കാണിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, എനിക്ക് നിന്നെ കൂടുതലായിട്ട് അറിയണം വഗൂരി, എനിക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയില്ല കരുതിയ ലോകത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.